നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ തദ്ദേശീയ മുന്നേറ്റങ്ങൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ആയുധ സാങ്കേതിക വിദ്യാ രംഗത്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രയത്നങ്ങളാണ് ഇന്ത്യ നടത്തിവരുന്നത്. അത്തരം ശ്രമങ്ങളുടെ ഭാഗമായി രാജ്യം ആവിഷ്കരിക്കുന്ന ഒരു പുതുപദ്ധതിയെ സംബന്ധിച്ച റിപ്പോർട്ട് ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. രാജ്യത്തിന്റെ കൃത്യതയാർന്ന ആക്രമണശേഷിയുള്ള ആയുധ സംവിധാനങ്ങളുടെ ഗണത്തിലേക്ക് ഒരു പുതുതലമുറ യുദ്ധോപകരണം കൂടി കൂട്ടിച്ചേർക്കപ്പെടാൻ പോവുകയാണ്. ഇതിനായി 150 കിലോഗ്രാം ക്ലാസ്സിലുള്ള ലോങ് റേഞ്ച് ലൂയിറ്ററിംഗ് യുദ്ധോപകരണം വികസിപ്പിക്കുന്നതിനും അതിന്റെ തുടർ നിർമ്മാണത്തിനുമായുള്ള ഒരു പ്രധാന നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ. രാജ്യത്തെ പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളിലൊന്നായ CSIR നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസും സ്വകാര്യ കമ്പനിയായ മെസ്സേഴ്സ് സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡും കൈകോർത്താണ് ഈ വികസന ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവെക്കപ്പെട്ടു കഴിഞ്ഞു. ഇവ സാധ്യമാകുന്നതോടെ സാധാരണ ഡ്രോൺ, മിസൈൽ, സ്പൈപ്ലെയിൻ എന്നിവയ്ക്കിടയിലെ ഒരു പുതുവിഭാഗമാകും സാധ്യമാവുക. സർവെയിലൻസ്, റിക്കോണൈസൻസ്, പ്രിസിഷൻ സ്ട്രൈക്ക്, ഡീപ് സ്ട്രൈക്ക്, സ്റ്റെൽത്ത് ഓപ്പറേഷൻസ് എന്നിവയൊക്കെ സംയോജിപ്പിച്ചുള്ള ഒരു നൂതന പ്ലാറ്റ്ഫോം ആകും ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാവുക. ലോങ് റേഞ്ച് ലോയിറ്ററിംഗ് മ്യൂണീഷൻ അഥവാ LMUAV എന്നത് ആക്രമണ ഡ്രോണുകളുടെ ഗണത്തിൽപ്പെടുന്ന ആളില്ല ആകാശവാഹന സംവിധാനമാണ്. കാമികാസെ ഡ്രോണുകൾക്ക് സമാനമായ LMUAV വിദൂര പ്രദേശങ്ങളിലുള്ള ലക്ഷ്യകേന്ദ്രങ്ങളെ ഉന്നമിടാനായി അത്യാധുനിക ശേഷിയോടെയാകും വികസിപ്പിച്ചെടുക്കുക. ഈ സംവിധാനം ലക്ഷ്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ കുറച്ചു സമയം ആ ലക്ഷ്യത്തെ മുകളിൽ നിന്നും നിരീക്ഷിക്കും. തുടർന്ന് ലക്ഷ്യകേന്ദ്രത്തെ കൃത്യമായി നേരിട്ട് ആക്രമിക്കുകയും ചെയ്യും. ശത്രു നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനൊപ്പം ശരിയായ ലക്ഷ്യത്തെ കൃത്യതയോടെ തിരിച്ചറിഞ്ഞ് പ്രിസിഷൻ അറ്റാക്ക് നടത്താനും സാധിക്കുന്നതിനാലാണ് ലോങ് റേഞ്ച് ലോയിറ്ററിംഗ് മ്യൂണീഷനെ കാമികാസെ ഡ്രോൺ, ചാവേർ ഡ്രോൺ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത്. സാധാരണ മിസൈലിന് സാധിക്കാത്ത ടാർഗറ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആക്രമണം നടത്താൻ കഴിവുള്ള LMUAVയെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കഴുകനോട് ഉപമിക്കാനാകും. മുകളിൽ നിന്നും ഇരയെ കണ്ടെത്തി അതിനെ കൃത്യമായി വീക്ഷിച്ച് ശരിയായ സമയത്ത് താഴേക്കെത്തി പിടിക്കുന്ന കഴുകന്റേതുപോലെ തന്നെയാണ് LMUAVയുടെ ആക്രമണവും. 900 കിലോമീറ്റർ ദൂരത്തേക്ക് വരെ പറന്നെത്താൻ കഴിയും വിധമാണ് ലോങ് റേഞ്ച് ലോയിറ്ററിംഗ് മ്യൂണീഷൻ വികസിപ്പിക്കുന്നത്. അലിഞ്ഞു തിരിയുന്ന ഈ ആളില്ലാ വാഹനത്തിന് 6 മുതൽ 9 മണിക്കൂർ പ്രവർത്തന സമയവും 5 കിലോമീറ്റർ അല്ലെങ്കിൽ 16,400 അടി സർവീസ് പരിധിയുമാകും ഉണ്ടാവുക. CSIR നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് ഇതിനോടകം സാധ്യമാക്കിയിരിക്കുന്ന 38 HP വാങ്കൽ റോട്ടറി എഞ്ചിനാകും ഈ പുതു യുദ്ധോപകരണത്തിന് കരുത്തേകുക. ഈ എഞ്ചിൻ മനുഷ്യർ ഉൾപ്പെടുന്നതും അല്ലാത്തതുമായ ആപ്ലിക്കേഷനുകൾക്കായി കർശനമായ യോഗ്യതാ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ തദ്ദേശീയ പവർ പ്ലാന്റ് ആണ്. നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിന്റെ വാങ്കൽ എഞ്ചിൻ സാങ്കേതിക വിദ്യയും സോളാർ ഡിഫൻസിന്റെ സിസ്റ്റം ഇന്റർഗ്രേഷനിലും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലുമുള്ള വൈദഗ്ധ്യവും സംയോജിപ്പിച്ച് ഇന്ത്യയിൽ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ലോകോത്തര ലൂയിറ്ററിംഗ് യുദ്ധോപകരണം സാധ്യമാക്കും. നിലവിൽ പദ്ധതിയിട്ടിരിക്കുന്ന ലോങ് റേഞ്ച് ലോയിറ്ററിംഗ് യുദ്ധോപകരണത്തെ സംബന്ധിച്ച് നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് വൃത്തങ്ങൾ പുറത്തുവിട്ട പ്രസ്താവനയാണിത്. ഒട്ടേറെ ശേഷികളുള്ള LMUAV അടുത്ത തലമുറ സവിശേഷതകളോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മത്സരാധിഷ്ഠിത ഇലക്ട്രോണിക് യുദ്ധ പരിതസ്ഥിതികളിലെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാനാകുന്ന GPS നിഷേധിത നാവിഗേഷനും താഴ്ന്ന റഡാർ ക്രോസ് സെക്ഷൻ എയർഫ്രെയിമും AI അധിഷ്ഠിത ഇലക്ട്രോ ഒപ്റ്റിക്കൽ പെലോഡും ദൗത്യവഴക്കത്തിനായി മാൻ ഇൻ ദി ലൂപ്പ് ഓവർറൈഡും സുരക്ഷിത ഡാറ്റ ലിങ്കുമൊക്കെ സംയോജിപ്പിച്ചാകും ലോങ് റേഞ്ച് ലോയിറ്ററിംഗ് മ്യൂണീഷൻ സാധ്യമാക്കുക. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അതിന്റെ പ്രാരംഭ ബാച്ചുകൾ ഇന്ത്യൻ സൈന്യത്തിനും വ്യോമസേനയ്ക്കുമായാകും കൈമാറുക. ഇന്ത്യയുടെ ആഭ്യന്തര ഉപയോഗത്തിനെന്ന പോലെ തന്നെ സർക്കാരിന്റെ പുതിയ പ്രതിരോധ കയറ്റുമതി ചട്ടക്കൂടിന് കീഴിൽ ഇവയുടെ കയറ്റുമതി സാധ്യമാക്കാനും
ലക്ഷ്യമിടുന്നുണ്ട്. അടുത്തിടെ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിന്റെ എയ്റോസ്പേസ് കോംപ്ലക്സ് സന്ദർശിച്ച വേളയിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ CSIR നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസും മെസ്സേഴ്സ് സോളാർ ഡിഫൻസ് എയ്റോസ്പേസ് ലിമിറ്റഡും തമ്മിൽ കൈകോർത്തുകൊണ്ടുള്ള ഈ പുതുപദ്ധതി ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായുള്ള ഒരു തികഞ്ഞ പദ്ധതിയായി വിശേഷിപ്പിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര സുരക്ഷാ സന്നദ്ധതകൾ, മാരിടൈം സർവൈലൻസ്, ആന്റി ടെറർ ഓപ്പറേഷൻസ് എന്നീ തലങ്ങളിൽ ഈ ലോങ് റേഞ്ച് ഓട്ടോണമസ് സ്റ്റെൽത്ത് വാർഹെഡ് എക്യുപ്ഡ് UAV വിനിയോഗപ്പെടുത്തും. സ്റ്റെൽത്ത്, GPS ഡിനൈഡ് നേവിഗേഷൻ, സെൻസേഴ്സ്, വാർഹെഡ് എന്നിവയൊക്കെ കൂട്ടിച്ചേർത്ത വിദേശ UAVകളുടെയും മിസൈലുകളുടെയും ആശ്രയത്വം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് രാജ്യം ഈ പുതു സംവിധാനം തദ്ദേശീയമായി സാധ്യമാക്കുന്നത്. ഇവയുടെ കുറഞ്ഞ ചിലവ്, ഉയർന്ന വിശ്വാസ്യത, കൃത്യമാർന്ന പ്രവർത്തന മികവ് എന്നീ ഗുണങ്ങളാൽ അവ ഭാവിയിൽ ഡിഫൻസ് മാനുഫാക്ചറിംഗ്, എക്സ്പോർട്ട്, സെൽഫ് റിലയന്റ് ഡിസൈൻ എക്കോസിസ്റ്റം എന്നീ കാര്യങ്ങളിൽ ഇന്ത്യക്ക് വലിയ ഊർജമായി തീരും. വാർത്തയുടെ നിറം തേടി തനിനിറം.